വേഗം വാടി പ്ലീസ്. എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നേ? സർ, നിങ്ങൾ എന്തിനാ നന്ദിനിയെ പിടിച്ചോണ്ട് പോകുന്നത്? ഇവിടുന്ന് പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് ഇവളെടുത്തുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ മൊഴി. ആഭരണവും പണവും ഒരുപാട് പോയിട്ടുണ്ട് ഡാഡി. ഞങ്ങൾ തിരിച്ചു വരുമ്പോ അലമാര കുത്തിപ്പൊളിച്ചിട്ടിരിക്കുക. ഇവളല്ലാതെ വേറെ ആരും ഇതൊക്കെ ചെയ്യാൻ? എത്ര ചോദിച്ചിട്ട് ഇവള് പറയുന്നില്ല. അതാ പോലീസിനെ വിളിച്ചത്. സർ, നന്ദിനിയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ? പരാതി തന്നാ ഞങ്ങൾക്ക് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാതിരുന്നിട്ട് വേണം ഞങ്ങൾക്ക് കർത്തവ്യബോധമില്ല നിങ്ങൾക്ക് പറഞ്ഞു നടക്കാൻ, അല്ലേ? സർ, സിറ്റിയിൽ പല വീടുകളിലും വേലക്കാരികൾ ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കാണിക്കുന്നുണ്ട്. സർ, നന്ദിനി ഇവിടുത്തെ വേലക്കാരിയല്ല, എന്റെ മരുമകളാണ്. മരുമകളോ? അതെ സർ, ഈ നിൽക്കുന്നത് എന്റെ മകൻ സൂര്യയുടെ ഭാര്യയാണ്. എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെയായി വിവാഹം നടന്നത്. അതിന്റെ വൈരാഗ്യം നന്ദിനിയോട് അവർക്കുണ്ട്. ഡാഡി, ഞങ്ങള് വൈരാഗ്യം കാണിച്ചതൊന്നുമല്ല. ആഭരണങ്ങൾ പോയത് സത്യം തന്നെയാ. മിണ്ടാതെ നിൽക്കവിടെ. സർ, ഇതൊരു കുടുംബ പ്രശ്നമാണ്. അതിന്റെ പേരിൽ ഈ പാവപ്പെട്ട പെൺകുട്ടിയെ സാറ് ദ്രോഹിക്കരുത്. ഇത് നിങ്ങളുടെ അച്ഛനാണോ? അതെ സർ. ഇദ്ദേഹം പറഞ്ഞ സത്യമാണോ? ഈ പെൺകുട്ടി ഇവിടുത്തെ മരുമകളാണോ? ആണോന്ന്? ആണ്. അതെ സർ. എന്നിട്ട് നിങ്ങൾ എന്തിനാ അത് മറച്ചു വെച്ചത്? ഫോൺ ചെയ്തപ്പോ വീട്ടിലെ വേലക്കാരിയും തന്നെയല്ലേ താൻ പറഞ്ഞത്? വേലക്കാരിയെ പോലെ തന്നെയാണ് സാർ. മിണ്ടിപ്പോരുത്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയല്ല സർക്കാർ ഞങ്ങൾക്ക് യൂണിഫോം തന്ന് പോലീസിൽ ഇരുത്തിയിരിക്കുന്നത്. ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാൻ പാടില്ല. മാത്രവുമല്ല, ഈ കുട്ടി ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞാൽ അറിയാലോ ഗാർഹിക പീഡനത്തിന്റെ വകുപ്പ് എന്താണെന്ന്. അകത്ത് നിന്ന് കിടക്കേണ്ടി വരും, അമ്മയും മക്കളും എല്ലാരും കൂടി. സോറി സർ, ഞങ്ങളെ വിളിച്ചു വരുത്തിയാൽ ഞങ്ങൾക്ക് വന്നല്ലേ പറ്റൂ. നിങ്ങൾ കൃത്യസമയത്ത് വന്നത് നന്നായി. താങ്ക് യു സർ. വരൂ. പോട്ടെ മോളെ, വാ നടക്ക. കൃത്യമായി എല്ലാം പ്ലാൻ ചെയ്ത് പറഞ്ഞു ഏൽപ്പിച്ചിട്ട് അണിയറയിൽ നിൽക്കുകയാണല്ലേ. മരുമകളെ പോലീസുകാരിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെ ആര് തിരിച്ചു തരും? നാളെ ഇവള് ഈ വീട് മൊത്തം കൊള്ളയടിച്ച ആര് ഉത്തരം പറയും? നന്ദിനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. ഡാഡി, മിണ്ടിപ്പോരതൊരെണ്ണം. പണമോ ആഭരണങ്ങളോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയായ മോഷ്ടാവിനെയാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഇവളെ ദ്രോഹിക്കല്ല വേണ്ടത്.
പത്മ, താനും ഒരു അമ്മയാണ്. കാലം കണക്ക് ചോദിക്കാതെ പോയില്ല. ഈ പെൺകുട്ടിയെ ദ്രോഹിക്കുന്നതിന്റെ പേരിൽ ഒരിക്കൽ നിനക്ക് വേദനിക്കേണ്ടി വരും. മോളെ, കൊണ്ടുപോയി ആശ്വസിപ്പിച്ച് ഇനി എങ്ങനെയാണ് ഈ കുടുംബം നശിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും മരുമോൾക്ക്. മമ്മി, അപ്പൊ എന്റെ ആഭരണം? പൊന്നോ പണോ അല്ല, നഷ്ടപ്പെട്ട അഭിമാനോ തിരിച്ചു പിടിക്കേണ്ട. ഇതിപ്പോ പോലീസുകാരുടെ മുന്നിൽ വരെ അവള് മരുമോളുടെ സ്ഥാനം ഉറപ്പിച്ചു. അതില്ലാതായ പറ്റൂ. ഓ, ആ നശിച്ചവള് ഇല്ലാതായ പറ്റൂ. എന്തായി? ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തോ? ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും വന്നിട്ടില്ല മാഡം. അവളവിടെ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സൂര്യ സാർ അയച്ച മെക്കാനിക്കുകളാണെന്ന് പറഞ്ഞപ്പോ എല്ലാ മുറികളും അവിടെ തന്നെ തുറന്നു തന്നു. എന്നിട്ട് എല്ലാ മുറികളിലെയും അലമാരിയിൽ ഇരുന്ന പണവും ആഭരണങ്ങളും ഒക്കെ എടുത്തു. പക്ഷേ ഇത്രയും വലിയ വീട്ടിൽ നിന്നും പ്രതീക്ഷിച്ച ഒന്നും കിട്ടിയില്ല. പണമായിട്ട് ഒരു 4 ലക്ഷം രൂപയും 15 പവന്റെ ആഭരണങ്ങളും. അത്രേ ഉണ്ടായിരുന്നുള്ളൂ മാഡം. കള്ളന്മാരോട് കണക്ക് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. നിങ്ങളോടത് ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. എവിടെ? നിങ്ങളോട് ഞാൻ പറഞ്ഞതിൽ കൂടുതലുമുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയോ? എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടിത് ചെയ്യിച്ചത് ഞാനാണെന്ന് പറയാതിരിക്കാനാ. അഥവാ പറഞ്ഞു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് പിന്നെ യാതൊരു സംശയവും വേണ്ട. 2 പേരും പിന്നെ ജീവിച്ചിരിക്കില്ല. അറിയാലോ എന്റെ അച്ഛനെ. ഈ നാട്ടിൽ ആര് വാഴണമെന്നും വീഴണമെന്നും തീരുമാനിക്കുന്നത് എന്റെ അച്ഛൻ വിശ്വനാഥനാ. സോ അന്വേഷിച്ചു വരുന്ന പോലീസുകാർക്ക് മുൻപിൽ കെയർഫുൾ ആയിരിക്കണം. എന്റെ മുന്നിലും. ഓക്കോ? എനിക്ക് പകരം താലി ഏറ്റുവാങ്ങിയവൾ, എനിക്ക് പകരം ഭൂമി പൂജയ്ക്ക് തിരികൊളുത്തിയവൾ, അവളുടെ ചിത ഞാൻ കൊളുത്തും. ഇപ്പോ എനിക്കിത് തന്നെ ധാരാളം. എന്നെ ധിക്കരിച്ച് ഇതിനകത്തേക്ക് കയറാൻ ധൈര്യമുണ്ടോ നിനക്ക്?
മുമ്പിൽ ഇത്രയും ധിക്കാരം കാണിച്ച നിന്നോണ്ടല്ലോ. സൂര്യ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. ഞാൻ പോയേ പറ്റൂ. ഏട്ടാ, നന്ദിനി എന്തൊരു കരച്ചിലായിരുന്നെന്നറിയോ? അവളുടെ കരച്ചില് കേട്ടിട്ട് ഞാൻ വല്ലാതായിപ്പോയി. ഏട്ടാ, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കുറെ നേരമായല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയിട്ട്. അവള് കൈവച്ചതേ എന്റെ സ്വാതന്ത്ര്യത്തില. അതിന് നിങ്ങൾ രണ്ടുപേരും എന്താന്ന് പറയാത്തത്? ഭർത്താവിന്റെ മദ്യപാനം കൂടുമ്പോ ഭാര്യമാര് പ്രതികരിക്കില്ലേ? അതിന് എത്ര ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ട്. ഭർത്താവിന്റെ കൈയും കാലും തല്ലി ഒടിച്ചവരുണ്ട്. ഭർത്താവിനെ വെട്ടിക്കൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നുപോയ സ്ത്രീകളും ഉണ്ട്. ഓ, അപ്പൊ ഞാൻ സൂക്ഷിക്കണം അല്ലേ? എന്താ സൂര്യ ഇത്? നന്ദിനി അങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ അവൾ ഉദ്ദേശിച്ചത്? അവളൊരു പാവമല്ലടാ. ഇത്രയൊക്കെ ദ്രോഹം നീ ചെയ്തിട്ടും ഒരു വാക്ക് അവൾ മിണ്ടിയിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടുണ്ടോ? ഏട്ടാ, ഏട്ടൻ ഈ വാശിയൊന്ന് വിട്. ഏട്ടൻ ഏട്ടന്റെ അമ്മയെ തോൽപ്പിക്കണം. അതിന് ഏട്ടൻ കണ്ടെത്തിയ മാർഗം മാത്രമാണ് അവള്. പക്ഷെ അതൊരു മനുഷ്യജീവിയാ. അതിന് ചിരിക്കാനും കരയാനും ഒക്കെ അറിയാം. അതെപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ ഏട്ടൻ? അവളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ? ഓ, നോ 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 നോ, നിങ്ങളുടെ അടുത്തിരുന്നാൽ ശരിയാവില്ല. എനിക്ക് പോണം. ഏട്ടാ, അതാ നല്ലത്. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കും. ആ, ഒരു കാര്യം ചെയ്യ. അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് പൊയ്ക്കോ. എന്നിട്ട് അതവൾക്ക് കൊടുക്ക്. കുറച്ചു നേരം അടുത്തിരുന്ന് പറഞ്ഞു പോയതിനൊക്കെ ഒരു സോറി പറഞ്ഞ അവിടെ തീരുമെല്ലാം. ഏട്ടൻ ഓർമ്മയുണ്ടോ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു ദിവസം വിവേകിന്റെ വീട്ടിൽ നിന്നത്? വിവേകിന്റെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കും. എനിക്ക് മുല്ലപ്പൂ വലിയ ഇഷ്ടാ. വിവേക് എന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോ എനിക്ക് 2 മുഴം മുല്ലപ്പൂ മേടിച്ചോണ്ട് വരും. എനിക്ക് പിറ്റേ ദിവസം അമ്പലത്തിൽ പോകാൻ. അമ്മയ്ക്ക് ഏറ്റവും ദേഷ്യവും അത് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ എന്റെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തത് അക്കാര്യത്തിലാണ്. അമ്മയ്ക്കത് ഇഷ്ടമല്ലെന്ന് കണ്ടപ്പോ
വിവേക് അത് നിർത്തുകയല്ല ചെയ്തത്. എത്ര പാതിരാത്രിയിൽ കയറി വന്നാലും വിവേകിന്റെ കയ്യിൽ അതുണ്ടാവും. അപ്പോ ഭാര്യയ്ക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ? ഓക്കെ, വെയിറ്റ്. അപ്പോ ഞാനും മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കാം. അത് കാണുമ്പോ എന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുമല്ലോ. അയ്യോ ഏട്ടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ബട്ട് ഐ ഫിക്സഡ് ദാറ്റ്. ഞാൻ മുല്ലപ്പൂ വാങ്ങുന്നു, നേരെ വീട്ടിലേക്ക് പോകുന്നു. താങ്ക്സ് ആരതി. മോനെ വരട്ടെ. എന്തോ ഇത്? അയ്യോ, നമ്മൾ പറഞ്ഞതെന്താ ഏട്ടൻ കേട്ടതെന്താ? എന്തായാലും ചെല്ലട്ടെ, പരസ്പരം സംസാരിച്ചു തീർക്കട്ടെ. അളിയെ നോക്കി, ഒന്ന് നിന്നേ. എവിടേക്കാ? ഞങ്ങളെ കൊണ്ട് വിടണോ? എവിടേക്കാണെങ്കിലും കൊണ്ടുപോയി ആക്കാം കേട്ടോ. എന്താ ഒന്നും മിണ്ടാത്തേ? കൂടെ ആളില്ലെന്ന് മനസ്സിലായി. ഞങ്ങളോട് വരട്ടെ. വരട്ടെ ചേച്ചി, ഞങ്ങൾ വരികയാണേ. ചേച്ചി, എന്താ വെച്ചേ? അത് ഞാൻ എന്റെ നാട്ടിൽ പോകാൻ ഇറങ്ങിയതാ ചേച്ചി. എന്റെ ബാഗ് ആരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അയ്യോ, ഏത് സാമദ്രോഹികളാ ഇതൊക്കെ ചെയ്യുന്നേ? കാശോ പൊന്നോ വല്ലോ ഉണ്ടായിരുന്നോ മോളെ? ഇല്ല, പക്ഷെ വണ്ടിക്കൂലിക്കുള്ള കാശുണ്ടായിരുന്നു. അത് അവന്മാര് എന്താ സാറേ? മുല്ലപ്പൂ ഉണ്ടോ? മുല്ലപ്പൂ. മുല്ലപ്പൂവിന് ഇപ്പൊ നല്ല വിലയാട്ടോ. അതൊന്നും പ്രശ്നമല്ല. നിങ്ങളുടെ കയ്യിൽ എത്ര മുല്ലപ്പൂ ഉണ്ടോ അതൊക്കെ ഇങ്ങെടുത്തേക്കും. അപ്പുറം കിടക്കുന്നു എടുത്തു.
എന്താ സാറേ വല്ല പൂജയോ ഉത്സവം വല്ല ഉണ്ടോ? പൂജയ്ക്ക് ഉത്സവത്തിനൊന്നുമല്ല, ഇത് എന്റെ ഭാര്യയ്ക്ക. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, അതുകൊണ്ടാ. കുറച്ച് മുല്ലമുട്ടും ഉണ്ട് സാർ. സാറിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടാവും.